ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും നല്ല വിശേഷമാണ്. നിങ്ങൾ ക്രിസ്മസ് ട്രീ ഇട്ടോ? ഇന്ന് ഞാൻ ട്യൂഷന് റെഡി ആയിക്കോ. എനിക്ക് 3 o'clock ട്യൂഷനുണ്ട്. പക്ഷെ എനിക്ക് കുറച്ച് കളിക്കണം. പക്ഷെ എനിക്ക് ഒരു ഇങ്ങനെ പൂവും പറിച്ച് എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ആ കാട്ടിൽ ഒരു വലിയ കല്ല് കിടക്കുമ്പോൾ എനിക്ക് അതുകൊണ്ട് അരയ്ക്കാൻ വേണ്ടിയാ ഞാൻ നിങ്ങൾ കാണാൻ വന്നിട്ടുള്ളൂ. പാറക്കുട്ടിന് എന്താ പറഞ്ഞ? എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഇവിടെ എവിടെ കാടുള്ളതിന്? ഓ അമ്മ, ഇവിടുത്തെ കാടില്ല, അത് കാടല്ല, അത് പറമ്പാ. പറമ്പാ? ആ, എന്റെ പറമ്പിലല്ലേ എന്റെ അമ്മ പറമ്പില് അവിടെ ആ മോളത്തെ ആ ജാതിക്ക് ഉണ്ടായ ട്രീയില് കണ്ടിട്ടില്ലേ? നമ്മള് കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ജാതിക്ക ട്രീ. അപ്പൊ ഞാൻ അവിടെ ഒരു എന്റെ ഏതോ ഒരു മുട്ടത്തില് വലിയ സിമ്പിള് കല്ല് കിടക്കണ്ടു. വലിയ സിമ്പിൾ കല്ല്. അപ്പൊ അതിലൊരു വേറെ ഏതോ ഒരു ഇത്രയും വലിയ കല്ല് കിടക്കണ്ടു. അതുകൊണ്ട് അരയ്ക്കാൻ വേണ്ടി എനിക്ക്. ഓ, അപ്പൊ അതിന്റെ സാധനത്തിന്റെ പേരെന്നെ ഉണ്ടാക്കണ സാധനത്തിന്റെ പേര്? ചമ്മന്തി. മിക്സർ ചമ്മന്തി. എന്തൊക്കെയാ മിക്സ് ചെയ്യണ? ചുമ്മാ ലീഫാ? ലീഫോ ഇങ്ങനെ പൂക്കളോ എന്തെങ്കിലും അരച്ച് ചമ്മന്തി ആക്കാൻ വേണ്ടിയാ. എന്റെ അമ്മച്ചി, അന്ന് നമ്മൾ അവിടെ എത്തണം. എന്റെ ജാതിക്ക് മറന്നു പറഞ്ഞേ. പാർക്കുണ്ടെന്ന് ഇറങ്ങി. പാർക്കുണ്ട ഫുള്ളൊന്ന് കാണട്ടെ. പാർക്കുണ്ട ഡ്രസ്സ് കാണിച്ച്. പാർക്കുണ്ട ബ്യൂട്ടിഫുൾ ഡ്രസ്സായിരുന്നു. പക്ഷെ പാർക്കുണ്ട ഫസ്റ്റ് ടൈം ഇട്ടപ്പോൾ തന്നെ അതിൽ മഷി പരട്ടി. അച്ഛയുടെ ഓഫീസിൽ പോയി അതിൽ മഷിയാക്കി. ഇപ്പം അത് വീട്ടിലും ട്യൂഷൻ ക്ലാസ്സിലൊക്കെ ഇരുന്നു. നല്ല ഡ്രസ്സായിരുന്നു. കാണിച്ചേ. ഇതിന്റെ പേരെന്താ പാറു? പാറു ഇവിടെ വന്നിട്ടല്ലേ ഇത് കാണുന്നത്? കുരുമുളകിന്റെ ട്രീ ഏതാന്നറിയാമോ? ഇത് എന്തിനാ കുരുമുളക് എടുക്കണം? എന്നിട്ട് അതിപ്പോ അവിടെ വെക്കാം. അത് മമ്മി പറിച്ചു വെച്ചേണ. അതവിടെ വെച്ചേരെ. അത് നമുക്ക് വേറെ സാധനം ഫ്ലവറൊക്കെ ഇട്ട് ചമ്മന്തി ഉണ്ടാക്കാം. ഇത് എരിയും, കൈ എരിയും. അതിന് നല്ല എരിയും. അതൊക്കെ ചതച്ചു കഴിഞ്ഞാൽ എരിയും. മോനെ അവിടെ ഇട്ടേരെ. പാറു അവിടെ അത് ഉണങ്ങാനായിട്ട് ഇട്ടാണ് അവിടെ. ബാക്കിയുള്ളോ മോനെ? അത് കൈ എരിയും മോന്. എവിടെ കാണിച്ചേ. ഇത് ചമ്മന്തിയിൽ ഇടാൻ പോവാണോ? കണ്ടാലോ? അമ്മിക്കല്ലേലാണോ ഉണ്ടാക്കണേ? അതില് പൂച്ചക്ക് ഒരുപാട് ഇഷ്ടം. ഹലോ ഗൈസ്, ഞാൻ ട്യൂഷൻ പോയി വന്നു. ഞാൻ വീഡിയോ എടുത്തപ്പോൾ ട്യൂഷൻ സമയമായി. അപ്പോൾ ഞാൻ പോയിട്ട് വന്നിട്ട് എടുക്കാം. അപ്പൊ ഞാൻ ആദ്യം പറിക്കാൻ പോണ എന്താന്നറിയോ? അയ്യോ, അത് നാളെ വിരിയാനുള്ള മുട്ട പറു. ഓർണം പറിച്ചാ മതി. കാണിച്ച്. അയ്യോ, നല്ല ചെമ്പരത്തിയുടെ മുട്ടായിരുന്നു. മമ്മി വഴക്ക് പറയും. ഇതാണ് ചമ്മന്തിയിലെ മുളക്. കയ്യില് കാണിച്ചേ. ഒരുപാട് സാധനം പറിക്കണ്ട. അതെ, നമ്മുടെ പിങ്ക് ചെമ്പരത്തിയുടെ മുട്ടാണ്. ഒന്ന് ചുവപ്പ്, പിന്നെ ഇതും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ. ഇതാണോ പാറക്കുട്ടൻ പറഞ്ഞ കല്ല്? ഓക്കെ, ഇത് നമ്മുടെ പണ്ടത്തെ അരിയൊക്കെ കുത്തണ മാതിരി ഉള്ളൊരു കല്ലായിരുന്നു. അതിപ്പോ തിരിച്ചിട്ടേക്ക. ഇത് പഴയ കാലത്തൊരു കല്ലാ പാറു. വേഗം ആവട്ടെ. കുരുമുളക് ഇട്ട് നമ്മൾ
ഓ ഇതാണോ ചമ്മന്തി? ഓക്കെ, അമ്മ ഫസ്റ്റ് ടൈമാ കാണുന്നത്. ഇതാണ് ഗൈസ് പാറക്കുട്ടൻ്റെ മുളകിട്ട ചമ്മന്തി. നമ്മള് ചെയ്യാൻ പോണ ഒരു ഇലയും പറിച്ചിടാം. ഈ ഇലയൊക്കെ ഇലയൊക്കെ പറിച്ചിടുവോ? അയ്യോ, ഉള്ള മുട്ടൊക്കെ പറിച്ച് കളയല്ലേ പാർക്കുട്ട. അയ്യോ, നമ്മുടെ പിങ്ക് ചെത്തിപ്പൂവിന്റെ പൂവ് വാടി തുടങ്ങി. ചെമ്പകത്തിന്റെ പൂവ് ഇന്നും ഉണ്ട്. ഇന്ന് നമ്മള് വീട്ടിറങ്ങി. ഹെലികോപ്റ്റർ വന്നുണ്ട് പാറോ. ഹെലികോപ്റ്ററിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? എവിടെ എവിടെ? ആ, മോളില്. അത് കുഞ്ഞായിട്ട് കാണാൻ പറ്റുള്ളൂ. അങ്ങ് മേലെ അത് കാണാൻ പറ്റില്ല വീഡിയോയില്. അത് വിമാനാണോ ഹെലികോപ്റ്റർ ആണോ? ഹെലികോപ്റ്റർ. ഹെലികോപ്റ്റർ ചെറുതാണോ വലുതാണോ? ഹെലികോപ്റ്റർ ആണോ വലുത്, വിമാനാണോ വലുത്? അല്ല, ഹെലികോപ്റ്റർ ചെറുത്, വിമാനാണ് വലുത്. വിമാനത്തിൽ കുറേ ആൾക്കാർക്ക് കയറി പോകാൻ പറ്റും. ഹെലികോപ്റ്ററിൽ 4 or 10 ഒക്കെ മാക്സിമം. അതിന്റെ പേരെന്നാന്ന് പറഞ്ഞ? പച്ചക്കറിയോ? കറിവേപ്പില. ആയോ? സന്ധ്യയായി, കയറി പോവാനാ. മതി മതി മതി, ഒരുപാട് പറിച്ച് കളയല്ലേ. കുരുമുളക് എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യാം. ഇനി വെള്ളവും ഒഴിക്കും. അയ്യോ, ഇത് താഴെ പോയി. ആയില്ലേ? നന്നായിട്ട് ആടാം. എല്ലാം കറികളും മതി മതി, അങ്ങോട്ട് പോലെ പോലെ, പറമ്പിലേക്ക് പോലെ. അയ്യോ, ആ ഫ്ലവർ ഒന്നും പറയാൻ അങ്ങോട്ട് പോകണ്ട. ബാ. അയ്യോ, എനിക്ക് പേടിയാ. സന്ധ്യയായി കഴിഞ്ഞ് അങ്ങോട്ട് പോകണ്ട. എനിക്ക് പേടിയാ. ജാതിക്ക വലുതായോ പാറു? നമ്മുടെ ജാതിക്ക ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരെണ്ണം കിടക്കും. ജാതിക്ക അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞോ? കയറിപ്പോവാ. ഹായ് പാർക്കുട്ട. പാർക്കുട്ടിന് ഇന്നലെ നമ്മൾ വേറെ പുറത്തേക്ക് കൂടെ പാർക്കുട്ടിന് ഒരു സ്പെഷ്യൽ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കണം, ഫ്ലവേഴ്സൊക്കെ വെച്ച് ചമ്മന്തി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ മറന്നുപോയില്ലേ? അതിൻ്റെ ഫൈനലൊന്നും കാണിച്ചില്ലല്ലോ. പിന്നെ പാർക്കുട്ടൻ കളിക്കാൻ പോയി. അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ രാത്രി ആയില്ലേ, അതുകൊണ്ട് ഇനി പുറത്ത് പോയി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അമ്മ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പാർക്കുട്ടിന് വെജിറ്റബിൾസിനെ പറ്റി കുറച്ച് വെജിറ്റബിൾസ് ഇഷ്ടമല്ലേ? പറഞ്ഞ് ഇഷ്ടപ്പെട്ട കറി ഏതാ? വെണ്ടയ്ക്ക തോരനും കുക്കുംബറും. പിന്നെ കറി ഏതാ ഇഷ്ടം? ചോറിന? ഇങ്ങോട്ട് നോക്ക്. ക്യാബേജ്, സാമ്പാറ്, വെണ്ടക്കത്തോരന്, പിന്നെ ഇവിടെ നോക്ക്. കോളിഫ്ലവറും. കോളിഫ്ലവറോ? കോളിഫ്ലവറും പിന്നെ ബീറ്റ്റൂട്ട് കറി. ഓക്കെ, എന്നാൽ അമ്മ പാർക്കുട്ടിന് വെജിറ്റബിൾസ് വെച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പാർക്കുട്ടിന് എത്ര ആൻസർ ചെയ്യുമെന്നറിയാം. ഓക്കെ,
ആ വെജിറ്റബിൾസിന്റെ പേര് പറഞ്ഞേ. ഈ ഒരു വെജിറ്റബിൾ ഉണ്ട്, ആ വെജിറ്റബിളിനെ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കരയും. ആ വെജിറ്റബിളിനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കണ്ണിൽ കൂടെ വെള്ളം വന്ന് നമ്മൾ കരയും. ആ ഒരു വെജിറ്റബിള് നമ്മുടെ വീട്ടിലുണ്ട്, മേടിക്കാറുണ്ട്. ആ വെജിറ്റബിള് ഇവിടെ എല്ലായിടത്തുണ്ട്. മേടിച്ച് അത് കട്ട് ചെയ്ത് അരിയാൻ നേരം ആകുമ്പോഴത്തേക്കും പാറക്കുട്ടൻ പറയും എൻ്റെ കണ്ണിൽ കൂടെ വെള്ളം വരുമെന്ന് പറയും. ആ അച്ചാമ്മ അത് കട്ട് ചെയ്യുമ്പോഴത്തേക്കും പാറക്കുട്ടൻ വന്നിട്ട് എൻ്റെ കണ്ണ് എരിയാന്നൊക്കെ പറഞ്ഞ് കരയാറുണ്ടല്ലോ, പുറത്തൊക്കെ പോയി നിൽക്കാറുണ്ടല്ലോ. ആ എന്നിട്ട് എന്താ, അത് എന്ത് വെജിറ്റബിളാന്ന് ചോദിച്ചത്? ഓക്കെ, സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെജിറ്റബിൾ. ഇങ്ങനെ വെജിറ്റബിൾ പറയണം. ഐ ആം യൂസ് ടു മേക്ക് സാലഡ് എന്ന് പറയുകയാണെങ്കിൽ അത് ഏതായിരിക്കും? ക്യാരറ്റ് ആണോ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്? നമ്മൾ സാലഡ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇതാണോ? ഞാൻ അമ്മ കുറച്ച് ക്ലൂ തരാം. വെണ്ടയ്ക്കയാണോ, പാവയ്ക്കയാണോ, കുക്കുംബർ ആണോ, അതിലേത് ഉപയോഗിക്കാം നമ്മൾ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി? ക്യാപ്സിക്കൊക്കെ നമ്മൾ സാലഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കും. കുക്കുംബറും. ഓക്കെ, ഒരു റൗണ്ട് കളറും. ഇനി ഒരു പച്ചക്കറി പറയണേ. എൻ്റെ കളറ് റൗണ്ട് കളറാണ്, അല്ല റൗണ്ട് ഷേപ്പിലാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ കളറ് ബ്രൗൺ ആണ്. എന്നെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഫ്രൈസും ചിപ്സൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ആരാണ് ആ പച്ചക്കറി? ഗുഡ്, കറക്റ്റ്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പച്ചക്കറി നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനൊക്കെ ഇല്ലേ, നമ്മൾ ഭയങ്കര ഹെൽത്തി ആയിരിക്കും, നമ്മുടെ കണ്ണിനൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. അതാണെങ്കിൽ നമ്മുടെ ഈ വീട്ടിൽ മൊയലില്ലേ, മൊയൽ കുട്ടന്മാർക്കൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. ബണ്ണീസിന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ റെഡ് കളറാണ്, റൗണ്ട് ഷേപ്പിലിരിക്കും. ടൊമാറ്റോ. പാറക്കുട്ടിനറിയാം. അന്നത് വെജിറ്റബിൾസിലെ കിങ് ഓഫ് വെജിറ്റബിൾസ് ആരാ? നോ നോ നോ. ബ്രിഞ്ചാൾ. ബ്രിഞ്ചാൾ. ഓക്കെ. ഐ ആം ബിഗ്, ഹെവി ആൻഡ് യെല്ലോ ഇൻ കളർ. യെല്ലോ കളറുള്ള ബിഗ് ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള. ഓറഞ്ച് അല്ല, ആ അതും കറക്റ്റ്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ റെഡ്. നമ്മൾ കറി ഉണ്ടാക്കി കഴിയുമ്പോൾ റെഡ് കളറായിട്ടിരിക്കും. ആ തോരൻ ഉണ്ടാക്കി കഴിയുമ്പോൾ റെഡ് കളറായിട്ടിരിക്കും. നമ്മുടെ ബോഡിയിൽ ബ്ലഡൊക്കെ ഉണ്ടാവാനായിട്ട് സഹായിക്കും. അതാരാ? ബീറ്റ്റൂട്ട്. പാറക്കുട്ടന് അറിയാമോ അത് ബീറ്റ്റൂട്ടാണ്? നമ്മ അടുത്തത് ആനിമൽസിൻ്റെ ചോദിക്കണോ? ആനിമൽസ് അല്ല, അമ്മ ചുമ്മാ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമുക്ക് അമ്മ 3 ആനിമൽസിന്റെ പേര് പറയും. ആ 3 ആനിമൽസിന്റെ ആനിമൽസിന്റെ പേര് പറയാം. എന്നിട്ട് അതിൽ ഏത് ആനിമൽസ് ആണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞാൽ. നമുക്ക് മിൽക്ക് തരുന്ന ആനിമൽ ആരാ? ഞാൻ കുറച്ച് ക്ലൂ തരാം. ഓക്കെ, നമ്മുടെ നാഷണൽ ബേർഡ് ഏതാ? ഓക്കെ, നമ്മ 3 ബേർഡ്സിന്റെ പേര് പറയാം. അതിലേത് ബേർഡ്സിനെ പറക്കാൻ പറ്റില്ലാത്തെന്ന് പറയാം കേട്ടോ. ഓസ്ട്രിച്ച് ആണോ, ക്രൗ ആണോ, പാരറ്റ് ആണോ? ഇനി പറക്കാൻ പറ്റുന്ന ആരൊക്കെയാന്ന് പറയണേ. ബിയറുണ്ട്, ഹൗസ് ഫ്ലൈ ഉണ്ട്, റാറ്റ് ഉണ്ട്. നമ്മ അടുത്ത ക്വസ്റ്റ്യൻ കിട്ടേ. നമ്മുടെ ഇവിടെ ബേർഡ്സ് ഒക്കെ വരില്ലേ, ബേർഡ്സ് എങ്ങനെയാണ് അവർ ഫുഡ് കഴിക്കുന്ന ഹെൽപ്പ് ചെയ്യുന്നത്? അവരെന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്? അവർ വീക്കാണോ? അമ്മ ക്ലൂ പറയുന്നതിന് മുമ്പേ പാറക്കുട്ടൻ ചാടി പറയാ. എന്നാ ഫോക്സ്, ഗോട്ട്, ലയൺ, ഇതിലേതാണ് വൈൽഡ് ആനിമൽ അല്ലാത്തത്? ഗോട്ട്. ഗോട്ട്. ഓക്കെ. ഇനി ഞാൻ പറയാം, തവളയുണ്ട്,
ആടുണ്ട്, ഫിഷ് ഉണ്ട്. ഇതിലേതാണ് ഇത് വെള്ളത്തിൽ താമസിക്കുന്നത്? അന്നൊരു കേട്ടെ, വെള്ളത്തിലും കരയിലും, അതായത് വെള്ളത്തിലും താമസിക്കും കരയിലും താമസിക്കാൻ പറ്റുന്ന ആരാ? ഒക്ടോപ്പസ് ആണോ, ഫിഷ് ആണോ, ക്രൊക്കഡൈലാണോ? പാർക്കുട്ടിന് ഇതൊക്കെ അറിയാലോ. ഗുഡ് ഗേളാ പാർക്കുട്ടൻ. എനിക്ക് കൊറേ പെട്ട എലിമെന്റ്സിന്റെയോ ജോയിന്റ് എലിമെന്റ്സിന്റെയോ പിന്നെയോ ഇങ്ങനെ വൈൽഡ് എലിമെന്റ്സിന്റെ അത്രയും പിന്നെ ഒരു ഇതൊക്കെ സ്കൂളിൽ പഠിച്ച പാർക്കുട്ടൻ ഓൾറെഡി. പാർക്കുട്ടൻ ഗുഡ് ഗേൾ ആണല്ലോ. ഇനി അമ്മ പാർക്കുട്ടിനോട് ചോദിക്കാനായിട്ട് പിന്നെ 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 കിങ് ഓഫ് ദ ഫോറസ്റ്റ് അത് ചോദിക്കണ്ടേ? കിങ് ഓഫ് ദ ഫോറസ്റ്റ് ആരാ? അതറിയാലോ. അന്നല്ലേ ലാൻഡിലെ ഏറ്റവും വലിയ ആനിമൽ ഏതാ? കരയിലെ ഏറ്റവും വലിയ ആനിമല്? കരയിൽ മീൻസ് വെള്ളത്തിലല്ലാതെ പുറത്ത് കരയിലില്ലേ ഏറ്റവും ലാൻഡില്ലേ ഏറ്റവും വലിയ ആനിമൽ ഏതാ? അമ്മ ക്ലൂ തരാം. ജിറാഫ്, ഹിപ്പോപ്പൊട്ടാമസ്, എലിഫന്റ്. ഞാൻ ഓർത്ത് പാർക്കുട്ടൻ ജിറാഫ് പറയുന്നു. അപ്പൊ പാർക്കുട്ടൻ ഇന്ന് ഒരു കുറേ സ്റ്റാർ പാർക്കുട്ടന്. പാർക്കുട്ടൻ ഓൾമോസ്റ്റ് എല്ലാം തന്നെ കറക്റ്റ് ആൻസർ പറഞ്ഞു. വെജിറ്റബിൾസിലാണ് കുറച്ച് കൺഫ്യൂഷൻ വന്നുള്ളത്. പാർക്കുട്ടൻ ക്രിസ്മസ് ഒക്കെ എവിടെ വരെയായി? കരോള് വന്നോ? നമ്മുടെ ഇവിടെ വന്നെങ്കിലും അവര് ഇടവക വീടുകളിൽ മാത്രം വന്നോണ്ട് നമ്മുടെ വീട്ടിൽ വന്നില്ല. അപ്പൊ പാർക്കുട്ടൻ വെയിറ്റ് ചെയ്തിരിക്കുക അല്ലേ? വൈൽഡ് ആനിമലോ? വൈൽഡ് ആനിമൽ പറഞ്ഞ ഏറ്റവും ഇഷ്ടപ്പെട്ട ആനിമൽ ഏതാ? പാർക്കുട്ടിന് ഇഷ്ടമാണോ കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇങ്ങനെ ആൻസർ പറയുന്നത്? ഒരുപാട് ഇഷ്ടമാണോ? ഓക്കേ. ഇനി അമ്മ പാർക്കുട്ടൻ അപ്പൊ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് മതിയായില്ല. അപ്പൊ പാർക്കുട്ടന്റെ കൂട്ടുകാർക്ക് അറിയാമോ പാർക്കുട്ടൻ എന്നെ വീണ്ടും വീണ്ടും എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് പറയാം. അതുകൊണ്ട് ഞാൻ പാർക്കുട്ടന് ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയും ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് പാർക്കുട്ടൻ എന്നോട് പറയുന്നുണ്ട്. പാർക്കുട്ടനോട് അമ്മ ആലോചിച്ചിട്ട് അമ്മയ്ക്ക് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഈ ആനിമൽസിൽ ഇങ്ങനെ ഈ കഴുത്തിന് ഭയങ്കര ഹൈറ്റുള്ളൊരു ആനിമൽ ഉണ്ടല്ലോ, അതാരാ? പാർക്കുട്ടിനെല്ലാം അറിയാം, പിന്നെ എന്തിനാ അമ്മ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? അന്നാ തുമ്പിക്കൈ ഉള്ളൊരു ജീവി ഏതാ? വലിയ തുമ്പിക്കൈ ഉള്ള ജീവി എലിഫന്റ്. ഓക്കെ. സംസാരിക്കുന്ന ഒരു പക്ഷി ഏതാ? ഈ ഒരു പക്ഷീനെ നമ്മളിങ്ങനെ ഇങ്ങനെ മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും എന്തെങ്കിലും പഠിപ്പിച്ചു കഴിഞ്ഞാൽ സംസാരിക്കും അതുപോലെ. കുരുവിയാ? അയ്യേ, പാർക്കുട്ടിന് അറിയില്ലേ? ഈ പക്ഷിക്ക് ഒരു ഗ്രീൻ കളറാ. ഗ്രീൻ കളറും അതിന്റെ ബീക്കിന് റെഡ് കളറും ആണ്. പീക്കോക്കോ? പീക്കോക്കിന് ഗ്രീൻ കളറാണോ? നമ്മുടെ അവിടെ ക്യാമ്പസിൽ ബാർ കണ്ടിട്ടുണ്ടല്ലോ. ഗ്രീൻ കളറാണോ പീക്കോക്കിന്? പിന്നെ ഏതാ? ഉള്ളൊരു ബേർഡ് ഉണ്ട്. അയ്യോ, പറഞ്ഞറിയാവുന്ന ബേർഡ്സിന്റെ പേര് പറഞ്ഞേ. ഇങ്ങോട്ട് നോക്ക്. പിന്നെ
ആ പച്ച വേർഡ് എന്താ അമ്മേ? അറിയില്ല. ഞങ്ങൾ ഇതിന് തത്തമ്മ എന്ന് പറയും, പാരറ്റ്. അയ്യോ ബാർക്കൂട്ടിന് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ. ബാർക്കൂട്ടിന് എല്ലാം അറിയാന്ന് പറഞ്ഞിട്ട് ബാർക്കൂട്ടിന് എന്താ പറയാത്തെ? നമ്മൾ വീട്ടിൽ വളർത്തണ ഒരു പക്ഷിയാണേ, അത് മുട്ട തരും. അതേതാ? പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ വന്ന് നമ്മുടെ വീടിന്റെ ചുറ്റും ക്ലീൻ ചെയ്തു തരുന്ന ഒരു പക്ഷിയുണ്ട്. നമ്മുടെ വീട്ടിലെ വേസ്റ്റ് ഒക്കെ ഇങ്ങനെ, നമ്മളെ വീടിന്റെ പുറത്തൊക്കെ ഇടുന്ന വേസ്റ്റ് ഒക്കെ ഇങ്ങനെ വൃത്തിയാക്കി തന്ന ഒരു കറുത്ത പക്ഷിയാ. പിന്നെ പാർക്കുട്ടിനോട് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, ഇനി നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻസ് ഇല്ല പാറു. ജിറാഫിനെ ചോദിച്ചല്ലോ, വലിയ കഴുത്തുള്ള ജീവി. പിന്നെ താടിയുള്ള ആരാ? താടിയുള്ള ഒരു ജീവിതാരാ? കാട്ടിലെ രാജാവാണ് ലയൺ. ഓക്കെ ഓക്കെ. ഇതിന് പറഞ്ഞ പേരെന്നാ? മൊസഡ. ഇന്നത്തേക്ക് ഇത് പോരെ? പാർക്കുണ്ട് ഇനിയും ക്വസ്റ്റ്യൻസ് ചോദിക്കണോ? ഓക്കെ. നമുക്ക് നമ്മള് വെളിച്ചെണ്ണ ഉണ്ടാക്കണ എങ്ങനെയാ? ഒന്ന് പറഞ്ഞേ, ആ പ്രോസസ് ഒന്ന് പറഞ്ഞേ. ഓക്കേ, പാർക്കിട്ടിനറിയാലോ. പുട്ടുണ്ടാക്കണ എങ്ങനെയാ? പുട്ട് പുട്ടുകുറ്റി. അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും. പാർക്കുട്ടിനോട് ഇരുന്നേ. അടുത്തത് പാർക്കുട്ടിനോട് എന്താ ചോദിക്കാനായിട്ടുള്ളത്? ഈ മണ്ണൊക്കെ മാന്താനായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയുടെ പേരെന്താ? വലിയ മലകൾ. ഓക്കെ പാർക്കുട്ടി. പാർക്കുട്ടിന് ഇനി അമ്മ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കിയിട്ട് അടുത്ത ദിവസം ചോദിച്ചു. കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത്? മുട്ട ആരാ എവിടുന്ന് വന്നേ? കോഴിയല്ലേ മുട്ട ഇട്ടത്? പക്ഷെ കോഴി എവിടുന്ന് ഉണ്ടാവണേ? മുട്ട പൊട്ടിയല്ലേ കോഴി ഉണ്ടാവണേ. അപ്പൊ പിന്നെ ഏതാ ഫസ്റ്റ് ഉണ്ടാവണേ? പറ, കോഴിയാണോ മുട്ടയാണോ? എങ്ങനെ പാറു? ഏതെങ്കിലും പറ. അപ്പൊ ആ കോഴി വിരിയണ ഏതിന്റെ അകത്തുന്നാ? അപ്പൊ ഏതാ ഫസ്റ്റ് ഉണ്ടായത്? അപ്പൊ മുട്ട ഇടുന്ന ആരാ? അപ്പൊ ആരാ ഫസ്റ്റ് ഉണ്ടായത്? മുട്ട ഫസ്റ്റ് ഇട്ടതാരാ? അപ്പൊ ആരാ ഫസ്റ്റ് ഉണ്ടായത്? അപ്പൊ ആരാ ഫസ്റ്റ് ഉണ്ടായത്? കോഴിയോ മുട്ടയോ? ശരി പാറു. ഓക്കെ, അപ്പൊ നമുക്ക് കരോളും ക്രിസ്മസ് ഒക്കെ ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് വീണ്ടും കാണാം. ഓക്കെ പാറു.